ഇളച്ചൻ കയറ്റുന്ന പേര, മൂത്തച്ഛൻ കയറ്റുന്ന പേര, അല്ലെങ്കിൽ അവിടുത്തെ അലോകക്കാരൻ കയറ്റുന്ന പേര, മറ്റേ എളാപ്പാൻ്റെ മക്കൾ കയറ്റുന്ന പേര, അതൊക്കെ നോക്കിയിട്ടല്ലല്ലോ നമ്മളെ പേരാന്ന് പറഞ്ഞാൽ നമ്മളെ തടിയും മണ്ണും നമ്മളെ കാലിൻ്റെ മുട്ടുവേദനയും നോക്കിയിട്ട് കയറ്റിയാൽ പോരെ. നമ്മളെ പേര ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് പേരായിട്ട് ഓൻ പറയാം 7ാമത്തെ ദിവസം ഓന് പേസ്റ്റും ബ്രഷും കൊടുത്ത് താഴത്തേക്ക് പോന്നാത്രേ. ഓൻ ഉണ്ടാക്കിയപ്പം വലിയ ബെഡ്റൂമൊക്കെ മേലെ ഉണ്ടാക്കി ഓന് കിടന്നുറങ്ങാം. 7ാമത്തെ ദിവസമായപ്പോൾ പേസ്റ്റും ബ്രഷും കൊടുത്ത് മൂപ്പര് താഴത്തെ റൂമൊക്കെ പോകുന്നു. പിന്നീട് കയറി നോക്കിയിട്ടില്ല. ഓൻ്റെ മാസ്റ്റർ ബെഡ്റൂമും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. 7 ദിവസം നിന്നത് ആ റൂമിൽ. പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ ആലോചിക്ക്, ഒരു കൊല്ലൊക്കെ ആ പെരപ്പണി നടക്കുമ്പോൾ അങ്ങനെ പോയി നോക്കിയിട്ട് ഓന് കിടക്കാനുള്ള റൂമാലപ്പത് അതിൻ്റെ പണി എന്തൊക്കെ സ്വപ്നവും കണ്ടിട്ടുണ്ടാവും. വെറും 7 ദിവസമായിരുന്നു താഴത്തെ ചെറിയ റൂമിൽ വന്നപ്പോൾ നിൽക്കണം. അത് മതി, വേറെ കയറി പോകാനാവില്ലെന്ന്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തോന്നലാണ്. വലിയ പേര നമ്മളെ മുട്ടിനും കാലിനും മണ്ണത്തിനൊക്കെ അനുസരിച്ച് അതിൻ്റെ പേരും വലിപ്പമൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഞാൻ ആരും വന്നിട്ടില്ലെങ്കിലും പണിയെടുക്കാനൊന്നും ഞാൻ ആരും കിട്ടൂല. പണ്ടത്തെ മാരിയൊന്നല്ല ഇപ്പോൾ ആൾക്കാർ. അതുകൊണ്ട് ഇതൊക്കെ തേച്ച് ഓറാനൊക്കെ ഇതൊക്കെ ഒന്ന് അടിച്ചേരണ്ടേ. കാരണം കഴിഞ്ഞ ദിവസം നമ്മളെ വീട്ടിൽ നമ്മുടെ നാട്ടിലെ വലിയൊരു മുതലാളിയുണ്ട്. അയാളെ പെരിയിലെ മരുക്കൾ ഒരു മൂത്ത മരുണ്ട്. അപ്പോൾ ഓനെ പള്ളിക്കുന്ന നടക്കൾക്ക് കാണും ഞാൻ. അപ്പോൾ കാണുമ്പോൾ പറയും, ഞങ്ങൾ മൂത്ത മരുക്കൾ മാപ്പ വീട്ടിലധികം റൂം ഉണ്ടാവും. വലിയ പൈസക്കാരനാണ്, നല്ല കൊടുക്കും, പിഷ്കനല്ല. പക്ഷെ മൂപ്പരെ പെരിയിൽ ആകെ 4 റൂമുണ്ട്. ഒരു റൂം മൂപ്പർക്ക്, ഒരു റൂം വയസ്സന്മാരായാലും മാപ്പിയമ്മക്കാരെങ്കിലും അമ്മായികളൊക്കെ വന്നാൽ നിൽക്കാള്, ഒരു റൂം ആണുങ്ങൾക്ക്, ഒരു റൂം പെണ്ണുങ്ങൾക്ക്. ഇനി മരുക്കളൊക്കെ വന്ന ആണുങ്ങളൊക്കെ റൂമിലും പെണ്ണുങ്ങളൊക്കെ റൂമിലും. ഓരോ 5 മക്കളുടെ 5 ബെഡ്റൂം ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇനി നമ്മളെന്താ കൊല്ലത്തിൽ എന്തെങ്കിലും നടക്കുന്ന ഒരു കല്യാണത്തിനും തക്കാരത്തിനും ഈ 5 മരുക്കൾക്കും വന്ന് നിൽക്കുക 5 റൂം ഉണ്ടാക്കിക്കുക. എന്നിട്ടോ ബാക്കി സക്കത് ഒഴിഞ്ഞടക്കുക. എന്നിട്ട് അത് നന്നാക്കാൻ ആളെ കിട്ടില്ല, അതിങ്ങനെ പെയിന്റ് അടിച്ച് അതിന് ആൾക്കാർ മല്ലി കിട്ടുക. ഇങ്ങനെ ഇയാൾ വരെ 3 റൂമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് ആണുങ്ങൾ മരുക്കളൊക്കെ വരുമ്പോൾ മരുക്കളും ആണുങ്ങളൊക്കെ റൂമിലാണ് കിടക്കാൻ. ഒരീസലെ ഒരു തമാശ പറഞ്ഞ് കിടക്കും. എന്നിപ്പോൾ അവനാൻ്റെ പെണ്ണുങ്ങളെ കിടക്കാം, ഔടി പെണ്ണുങ്ങളപ്പം കിടക്കണം. ഞാൻ പറഞ്ഞെന്തരോ സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാഴ്ചപ്പാട് വേണം ജീവിതത്തിൽ. അപ്പൊ അതിന് സന്തോഷം ഉണ്ടാവും. ഇത് വലിയൊരു പെരണ്ടാക്കാൻ വേണ്ടി വലിയ പെരന്റെ മുഴുവൻ വിറ്റ് തൊലച്ച് പെരണ്ടാക്കി, എന്നിട്ട് അവസാനം ഇടങ്ങേറി പെട്ട് ചില പെരക്കങ്ങനെ നിൽക്കണാണ് കുറേ കാലമായിട്ട്. അപ്പൊ ഞാൻ ചോദിക്കും ഇതെന്താ? അതെന്താ മൂപ്പര് വലിയ ആവേശത്തിൽ ഉണ്ടാക്കി. ഇപ്പൊ മൂപ്പര് ഡൗൺ ആണ്. എന്നിട്ട് 5 കൊല്ലമായിട്ട് പെരങ്ങനെ കിടക്കുക. ഇപ്പൊ പെയിന്റ് അടിച്ചാലും കൂടി വെച്ചാ പെയിന്റ് അടിച്ചാലേ കായും കൂടി ഇല്ല മൂപ്പരെടുത്ത്. എന്തിനാ അവനാന്റെ കൊത്തിയാ പോരെ, കൊത്തിയാ പോരെ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങൾ, ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാന്റെ റസൂൽ പറഞ്ഞത്ര ഈ ദുനിയാവ് എന്ന് പറഞ്ഞാല് ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. നമ്മളിപ്പോ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് ചായ കുടിച്ചാൽ വേണ്ടി കണ്ട് ഇപ്പൊ ഈ തിരുവേഗപ്പുറേ എവിടുന്നെങ്കിലും വളാഞ്ചേരി അങ്ങാടി ചായപ്പീടിയിൽ ഇറങ്ങിയാല് ആ ഇറങ്ങിയ ചായപ്പീടിയിൽ എൻ്റെ ഒരു നിലപാട് എന്തായിക്കാരം, ചായ കുടിച്ച് പോകണമെന്നല്ലാതെ അവിടെ കസാല ഇട്ടോന്നു ആ കസാലക്ക് കാലിന് ഉറപ്പുണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി കലക്ടറേറ്റ് പോയി. അവിടെ അന്ന് ശരിയായില്ല, നാളെ ശരിയാവുള്ളൂ. തൽക്കാലം റൂം എടുത്തു അല്ലേ, നല്ലൊരു കക്കൂസ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. കുറച്ചു നേരം കടന്നുറങ്ങിയിട്ട് രാവിലെ നമ്മൾ പരിപാടി വെച്ച് പോരണം. ആ റൂം എടുത്ത് ആ റൂമിന്റെ ചുമര് അത് വിണ്ടുകണോ, അതിന്റെ പെയിന്റ് പോയിക്കണോന്ന് അതിന് നമ്മൾ പറഞ്ഞ് നമുക്ക് ഒരു ദിവസം നിൽക്കാം. അത്ര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിനോടുള്ള താല്പര്യം അത്ര മതി.